നമസ്തേ. നമ്മുടെ വഴിയോരത്ത് യാതൊരു ശ്രദ്ധയുമില്ലാതെ വളർന്നു നിൽക്കുന്ന ഒരു ദിവ്യമായ ഔഷധ സസ്യമാണ് പെരു. പ്രാദേശിക സ്വഭാവമനുസരിച്ച് പെരു, പെരിങ്ങലം, ഒരുവേരൻ, തിട്ടപ്പിലാവില തുടങ്ങിയ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഈ സസ്യം. സംസ്കൃതത്തിൽ പുത്രൻജീവ, ഗർഭകര, കുമാരീജീവ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇതിൻ്റെ ഇലയും തളിരും പൂവും തൊലിയും വേരിന്മേൽ തൊലിയും ദിവ്യ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒട്ടനവധി ഉപയോഗങ്ങളും പ്രയോഗങ്ങളും ഉണ്ടെങ്കിലും ത്വക്ക് രോഗങ്ങൾ, അലർജി, പൈൽസ്, അണുനാശനം, ക്യാൻസർ തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾക്ക് ആദിവാസി വൈദ്യന്മാരും നാട്ടുവൈദ്യന്മാരും ആയുർവേദാചാര്യന്മാരും ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം നടക്കുന്നത് സ്ത്രീകളുടെ സ്ത്രൈണ അവയവങ്ങളിൽ ഉള്ള രോഗങ്ങളാണ്. അതിനായി ഈ ഔഷധം അകത്തും പുറത്തും ഉപയോഗിച്ചിരുന്നു. പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് ഗർഭിണികളെ കുളിപ്പിക്കുന്ന വേദവെള്ളത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചേരുവയാണ് ഈ പെരിങ്ങലം. അതുകൂടാതെ ഗർഭാശയത്തിൽ പിന്നീട് സംഭവിക്കാൻ സാധ്യതയുള്ള ഗർഭാശയ ക്യാൻസർ അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പോലുള്ള ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാൻ വേണ്ടുന്ന ഒരു ദിവ്യമായ മുൻകൂട്ടിയുള്ള തടയാനുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ പോലെയാണ് പ്രസവരക്ഷയ്ക്ക് ഈ പെരിങ്ങലത്തിൻ്റെ വേര് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആ ചികിത്സാ വിഭാഗങ്ങൾ മറ്റൊരിക്കൽ നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഒറ്റമൂലി പ്രയോഗം പറയാനാണ് ഈ സംതം ഉപയോഗിക്കുന്നത്. നമ്മുടെ മിക്ക ആളുകൾക്കുമുള്ള ഒരു പ്രയാസമാണ് മൈഗ്രെയിൻ തലവേദന. ഈ തലവേദന മാറ്റാൻ ഈ ചെടിയുടെ തളിരില കുറച്ചെടുത്ത് അരച്ച് അല്ലെങ്കിൽ കൈകൊണ്ട് ഞെരടി അത് ഈ തലവേദനയുള്ള ആളുടെ കാലിൻ്റെ തള്ളവിരൽ മൂടത്തക്ക വിധം ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ കെട്ടിവെച്ച് വയ്ക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ആ ഔഷധത്തിൻ്റെ വർക്ക് കാരണം പെട്ടെന്ന് തലവേദന കുറയുന്നതായി അനുഭവങ്ങളുണ്ട്. അത് തലവേദന 2 തരത്തിലാണ് ഉണ്ടാവുക. ചില ആളുകൾക്ക് ഒരു സൈഡിലായിരിക്കും, ചില ആളുകൾക്ക് മറ്റു സൈഡിലായിരിക്കും, ചില ആളുകൾക്ക് 2 സൈഡിലും ഈ തലവേദന ഉണ്ടാക്കും. അപ്പോൾ 2 കാലിലും കെട്ടിവെച്ചാൽ നല്ലത്. ഇല്ലെങ്കിൽ ഏത് തലയുടെ സൈഡിലാണോ വേദന ഉള്ളത് അതിൻ്റെ മറുവശത്തെ കാലാണ് കെട്ടിവെക്കേണ്ടത്. ഇത് 1 മുതൽ 5 ദിവസങ്ങളിൽ വേദനയുള്ള സമയത്താണ് ഇത് ചെയ്യേണ്ടത്. ഇത് യാതൊരു ചിലവുമില്ലാതെ നമുക്ക് ചെയ്തു നോക്കാവുന്ന ഒരു ബാഹ്യമായ ചികിത്സ ആയതുകൊണ്ട് ആർക്കും ചെയ്തു നോക്കാവുന്നതാണ്. ഇത് ഒരു ഒറ്റമൂലി പ്രയോഗമാണ്. ഈ ഒറ്റമൂലി പ്രയോഗം നല്ല ആക്ഷനാണ്. അതേപോലെ റിയാക്ഷനുണ്ട് ഔഷധത്തിന്. അപ്പോൾ ഒറ്റമൂലി പ്രയോഗങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ നേരിടാൻ, സംശയങ്ങൾ ചോദിക്കാൻ, ദൂരീകരിക്കാൻ ഈ വിഷയത്തെക്കുറിച്ച് നന്നായി അറിയുന്ന നല്ല ഒരു വൈദ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ആചാര്യൻ്റെയോ സഹായം നിങ്ങൾക്ക് വേണം. അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ ഒറ്റമൂലി പ്രയോഗങ്ങൾ ചെയ്യാവൂ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രയോഗം. എന്തായാലും ഈ അറിവുകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് കരുതുന്നു. അങ്ങനെ ഗുണമായാൽ നിങ്ങൾ ഈ അമൂല്യമായ ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുക. ഇത് നമ്മുടെ നാടിൻ്റെ സ്വത്താണ്, പൈതൃകമാണ്, സമ്പത്താണ്, ആരോഗ്യമാണ്. മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഔഷധ സസ്യവുമായി വീണ്ടും കണ്ടുമുട്ടാം. പ്രകാശൻ വൈദ്യർ. താങ്ക് യു.